ഹായ്, വെൽക്കം ബാക്ക്. എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മലയാളത്തിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മലയാളം മൂവീസിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യമായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന സിനിമ ഗൗതമന്റെ രഥം. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടികളോട് വലിയ ഭ്രാന്തുള്ള ഗൗതമൻ ഒരു ആഡംബര കാർ വാങ്ങാൻ വേണ്ടി വിചാരിക്കണം. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവന്റെ വീട്ടുകാർ അവർക്കൊരു എന്താ പറയാ ഒരു സെക്കൻഡ് ഹാൻഡ് നാനോ കാർ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോ ഈ ഒരു നാനോ കാർ ഈ എന്താ പറയാ ഈ വീട്ടിലുള്ള മറ്റുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതായത് അവന്റെ കുടുംബത്തിലെ ബാക്കി എല്ലാവർക്കും ആ ഒരു നാനോ കാറിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവനിക്ക് തീരെ ഇഷ്ടം ഉണ്ടാവുന്നില്ല. പിന്നീട് ആ നാനോ കാറുമായിട്ട് അവൻ ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റിലോട്ട് വരുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന കുറെ സംഭവ വികാസമാണ് ഗൗതമന്റെ രഥം എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ പറയുന്നത്. രണ്ടാമത് പറയുന്ന സിനിമ പുരുഷപ്രേതം. ഈ ഒരു സിനിമയുടെ കഥ എന്താന്ന് വെച്ചാൽ ചാലക്കുടി പുഴയിൽ തിരിച്ചറിയപ്പെടാത്ത ഒരു ശവം കിട്ടുന്നുണ്ട്. അപ്പോ ആ ശവം കിട്ടിയ സ്ഥിതിക്ക് അവര് അതായത് അവിടുത്തെ പോലീസുകാര് അതിന്റെ ആ ഒരു കേസ് അന്വേഷണങ്ങളൊക്കെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാതെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ ഒരു ശവത്തിന്റെ പേരിൽ സൂസന്ന എന്ന് പറയുന്ന ഒരു ലേഡി വരികയാണ്. അങ്ങനെ ആ ഒരു അതായത് അവരുടെ കാണാതായ പോയ ഭർത്താവിന്റെ മൃതദേഹമാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്റ്റേഷനിലോട്ട് വരികയും അവിടുത്തെ എസ് ഐ സെബാസ്റ്റ്യനും കൂട്ടരും ആ ഒരു കേസിന്റെ പിന്നാലെ പോകുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് നിയമക്കുരുക്കുകളും കുറച്ച് കോമഡി ഐറ്റംസും എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു സിനിമയാണ്. മൂന്നാമതായി ഞാൻ പറയാൻ പോകുന്ന സിനിമ തിങ്കളാഴ്ച നിശ്ചയം. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാഞ്ഞങ്ങാടുള്ള വിജയൻ എന്ന ഗൾഫുകാരൻ്റെ രണ്ടാമത്തെ മകൾ സുജയുടെ തിങ്കളാഴ്ച നടത്താൻ പോകുന്ന നിശ്ചയത്തിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന കുറച്ച് കോമഡിയും അതേപോലെ കുറച്ച് സീരിയസും സംഘർഷവും ഒക്കെ കൂടി മിക്സഡായിട്ടുള്ള ഒരു സിനിമയാണ് തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതും നല്ലൊരു സിനിമയാണ്. അതുപോലെ നാലാമത് ഞാൻ പറയാൻ പോകുന്നത് ഇരട്ട. ഈ സിനിമ എനിക്ക് തോന്നുന്നു പലരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ഇരട്ട എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതിന്റെ കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വാഗമൺ പോലീസ് സ്റ്റേഷനിൽ ഒരു കൊലപാതകം നടക്കുകയാണ്. അതായത് അവിടുത്തെ എസ് ഐ വെടിയേറ്റ് മരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൊലപാതകം അന്വേഷിക്കാൻ വരുന്നത് ഈ നമ്മുടെ വിനോദിന്റെ ഇരട്ട സഹോദരനായിട്ടുള്ള നമ്മുടെ പ്രമോദാണ്. അങ്ങനെ പ്രമോദ് വന്ന് ഈ ഒരു കേസന്വേഷണം അല്ല ഈ ഒരു കൊലപാതകം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഇവരുടെ കുട്ടിക്കാലത്തെ കുറെ ഡ്രോമകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സിനിമയുടെ അന്വേഷണത്തിനൊടുവിൽ ഒരു വലിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന നല്ലൊരു സിനിമയാണ് ഇരട്ട എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അത് കഴിഞ്ഞ അഞ്ചാമത് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന സിനിമ ഭൂതകാലം. നിങ്ങളിൽ എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാണാത്തവരും പിന്നെ അതുപോലെ ഒരു ഹൊറർ സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല രസകരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ഭൂതകാലം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ സിനിമയുടെ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആശ എന്നൊരു ക്യാരക്ടറും ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന വിനു അതായത് നമ്മുടെ ആശയുടെ മകൻ വിനുവിൻ്റെയും കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഇവർ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. അപ്പോൾ ഈ വാടക വീട്ടിൽ വെച്ച് ഇവിടെ മുത്തശ്ശി അങ്ങനെ ആരും മരിക്കുന്നുണ്ട്. ആ മരിച്ചതിന് ശേഷം ആ വീട്ടിലുണ്ടാവുന്ന കുറച്ച് എന്താ പറയാ കുറച്ച് പ്രത്യേകതരമായിട്ടുള്ള പ്രേതങ്ങളുടെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മിക്സഡായിട്ട് ഉള്ള ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ആ വീടിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പഴയ കാലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്ന അത്യാവശ്യം പേടിപ്പെടുത്തുന്ന നല്ലൊരു സിനിമ കൂടിയാണ് ഈ പറയുന്ന ഭൂതകാലം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ആറാമതായി ഞാൻ പറയാൻ പോകുന്ന സിനിമ സംഭവം അധ്യായം 1. ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ വെള്ളൂർക്കാട് എന്ന് പറയുന്ന നിഗൂഢമായ ഒരു കാട്ടിൽ വെച്ച് ആളുകളെ കാണാതാവുകയാണ്. അങ്ങനെ ഈ ആളുകളെ കാണാതാവുന്ന ഈ ഒരു സംഭവം കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആനന്ദ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ വരുന്നുണ്ട്.
അങ്ങനെ ആനന്ദും മറ്റു പോലീസുകാരെല്ലാവരും കൂടി ഈ കാട്ടിലോട്ട് പോവുകയും അവിടെ വെച്ച് ഇവരുടെ ശരീരത്തിൽ നിന്നും ഒരു ബ്ലഡിന്റെ ഒരു അംശം ആ കാട്ടിലോട്ട് വീഴുകയും അങ്ങനെ ആ ഒരു അംശം കാട്ടിലോട്ട് വീഴുമ്പോൾ അവിടെ ഒരു ടൈം ലൂപ്പ് നടക്കുകയാണ്. അതായത് ഒരുപാട് വർഷങ്ങൾ ബാക്കിലോട്ടും ഒരുപാട് വർഷങ്ങൾ മുന്നിലോട്ടും പോവുക. ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സിനിമയുടെ ത്രില്ലിംഗ് ആയിട്ട് ഉള്ള കുറച്ച് സംഭവങ്ങൾ. അതായത് അത് ഇവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു ലൂപ്പിൽ നിന്ന് വേറെ ലൂപ്പിലോട്ട് മാറുക, അങ്ങനെ മാറി 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 പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസും നമുക്ക് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പാടില്ലാത്ത രീതിയിലൂടെ ഈ സിനിമ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സംഭവം അധ്യായം 1 എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇനി 7ാമതായി ഞാൻ പറയാൻ പോകുന്ന സിനിമ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മരങ്ങളില്ലാത്ത ഇലവീഴ പൂഞ്ചിറ എന്ന പ്രദേശത്ത് എന്താ പറയാ ഒരു അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് 2 പോലീസുകാരെ നിയമിക്കുന്നുണ്ട്. അതിലൊരാള് മധു, ഒരാള് സുധി. ഇവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളെ അതിൻ്റെതായ കുറച്ച് ത്രില്ലിങ് കാര്യങ്ങളെല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു സിനിമ തന്നെയാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. 8ാമതായി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് സർക്കിട്ട് എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ UAയിൽ ജീവിക്കുന്ന അമീറും സ്റ്റെഫിയും അവരുടെ മകനെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അതായത് അവരുടെ മകന് ഒരു ചെറിയ ഒരു വയ്യാകിയുണ്ട്. ആ ഒരു അസുഖം ഉള്ളത് കൊണ്ട് കൊച്ചിനെ വളർത്താനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലിടയ്ക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വേറൊരു യുവാവ് വരികയാണ്. ആ ഒരു യുവാവ് ഇവരുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്, അതായത് ഇവരുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇവൻ വന്നതിന് ശേഷം ഉണ്ടാവുന്ന കുറച്ച് സംഭവങ്ങളും കുറച്ച് രസകരമായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് കോമഡി, കുറച്ച് സീരിയസും അതുപോലെ കുറച്ച് ഡ്രാമ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് സർക്കിട്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇനി 9ാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഹേ ജൂഡ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തരം ഓട്ടിസം, ചെറിയൊരു അസുഖമാണ്, ഒരു ഓട്ടിസം പിടിച്ചിട്ടുള്ള നമ്മുടെ ജൂഡ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അവൻ നമ്മുടെ ആ ഒരു ലോകത്ത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിലൂടെയൊക്കെ ജീവിച്ചു പോകുന്ന സമയത്ത് ഒരു യാത്രയിൽ വെച്ച് ജോഡ് ഒരു പെൺകൊച്ചിനെ കാണുകയാണ്. അതായത് ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു പെൺകൊച്ചിനെ കാണുകയും അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയി അവർ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ലൈഫ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ജൂഡ് എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു നൈസായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ജൂഡ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇനി 10ാമതായി ഞാൻ പറയാൻ പോകുന്നത് സൗദി വെള്ളക്ക, സോറി കേട്ടോ, തേങ്ങ അങ്ങനെ എന്തുകൊണ്ടാണ് അതിൻ്റെ വെള്ളക്ക എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുക. അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിലൊരു കുട്ടി അടിക്കുന്ന ഒരു വെള്ളക്ക, അതായത് തേങ്ങ, അയൽവാസിയായിട്ടുള്ള നമ്മുടെ ആയിമ്മയുടെ തലയിലോട്ട് വീഴാണ്. അപ്പോൾ ആയിമ്മയുടെ തലയിലോട്ട് വീണ ആ ഒരു തേങ്ങ, അതിൻ്റെ ഒരു പ്രശ്നം കാരണം ഈ വല്യമ്മക്ക് ദേഷ്യം വരികയും ആ ചെറുക്കൻ്റെ കർണക്കുറ്റിക്ക് നോക്കി വിടാണ് പൊട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം അവിടെ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് അത് എന്താ പറയുക കേസും കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു 3-4 വർഷം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഈ ഉമ്മയുടെയും ഈ കൊച്ചിൻ്റെയും ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ് സൗദി വെള്ളക്ക എന്ന് പറയുന്ന ഈ സിനിമ. അപ്പോൾ ഇത്ര സിനിമയെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര സിനിമകൾ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എത്ര സിനിമകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കമൻ്റ് ആയിട്ട് അറിയണം. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും സിനിമകളുടെ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതുപോലുള്ള സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.